തിരുജീവൻ നേടാനായണയോ ഇന്നീ ബലിവേദി ജീവൻ പകരും ബലിയേ ഒരു മനമോടെ തിരുജീവൻ നേടാനായണയോ കൃപചര്യം വരമരുളും ഈ തിരുബലി ഹൃദയത്തിൽ അവരണയും കൃപചര്യം വരമരുളും ഈ തിരുബലി ഹൃദയത്തിൽ അവരണയും തിരുഭോജമാ ബലിവേദി ജീവൻ പകരും ബലിയേ ഒരു മനമോടെ തിരുജീവൻ നേടാനായണയോ അവസാന താഴ സമയം ഈശോ സ്ഥാപിച്ച കുർബാന വീണ്ടും ഓർമ്മിക്കാം ഈ ബലിപീഠേ നാഥനർപ്പിച്ച കാൽവരിയാഗം ഈശോ നമ്മെ വിളിക്കുന്നിതായിന്ന് കൂപ്പു കൈകളോടെ വേഗമണയോ അൾത്താരതന്നെ ശിരസ്സു നമിക്കൂ അനുരഞ്ജനത്തിൽ ഹൃദയമൊരുക്കൂ കൃപചര്യം വരമരുളും ഈ തിരുബലി ഹൃദയത്തിൽ അവരണയും തിരുവോസ്തിയാ കൃപചര്യം വരമരുളും ഈ തിരുബലി ഹൃദയത്തിൽ അവരണയും തിരുവോസ്തിയാ തിരുഭോജമാ ബലിവേദി ജീവൻ പകരും ബലിയേ ഒരു മനമോടെ തിരുജീവൻ നേടാനായണയോ സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ആനന്ദ് അമ്പൂക്കനച്ഛനാണ്. അച്ഛൻ വടക്കഞ്ചേരി ഇടവകാംഗമാണ്. അച്ഛനിപ്പോൾ ഈ വർഷത്തെ കൊച്ചച്ഛനാണ്. കാഞ്ഞിരപ്പുഴ ഇടവകയിലെ ഫൊറോനാപ്പള്ളിയിലെ കൊച്ചച്ഛനാണ്. അച്ഛൻ 1-2 ആയതുള്ളൂ ചാർജ് എടുത്തിട്ട് കോവിഡൊക്കെ പിടിച്ച് അതുകൊണ്ട് നേരത്തെ ചാർജ് എടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ കോവിഡിൻ്റെ ക്ഷീണമൊന്നുമില്ല, അതുപോലെ ആരോഗ്യപരമായ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ക്ഷണമെല്ലാം സ്വീകരിച്ച് അച്ഛൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. അത് മാത്രമല്ല, ഈ അച്ഛൻ്റെ അപ്പച്ചൻ നമ്മുടെ നെഹ്മിയ മിഷൻ ശുശ്രൂഷകളിൽ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല അപ്പച്ചനാണ്. അപ്പച്ചനും അതുപോലെ അമ്മച്ചിയും. അപ്പച്ചൻ ഗവൺമെൻറ് സർവീസിന് റിട്ടയർ ചെയ്ത അപ്പച്ചൻ, അതുപോലെ അമ്മച്ചി വടക്കഞ്ചേരിയിൽ സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയാണ്. നമ്മുടെ ക്ഷണമെല്ലാം സ്വീകരിച്ച് അച്ഛൻ ഇവിടെ ഇന്ന് കുർബാന അർപ്പിക്കാൻ വന്നു. അത് മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ ഈ സ്ഥലത്ത് വരികയും നമ്മുടെ ശുശ്രൂഷയെ വളരെയധികം സ്നേഹത്തോടെ ശ്ലാഘിക്കുകയും ചെയ്യുന്ന ഒരച്ഛനാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് കൈയടിച്ചു. അതുമാത്രമല്ല, അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചച്ഛനായിട്ട് കാഞ്ഞിരപ്പുഴ ഇടവകയിൽ ആദ്യമായിട്ടാണ് ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്ന. അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതങ്ങൾ മുഴുവനും, പൗരോഹിത്യ ജീവിതങ്ങളും ശുശ്രൂഷകൾ മുഴുവനും പരിശുദ്ധാത്മാവ് കൂടുതൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമ്മുടെ ഈ ശുശ്രൂഷയിൽ അനേകം തവണ വളരെ താല്പര്യത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി
വന്ന് ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ നന്ദിയോടെയും അച്ഛനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും സ്നേഹപൂർവമായ സ്വാഗതത്തിനും പ്രത്യേക നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സഭയിലെ തിരുസഭയിലെ സകല മരിച്ചവരുടെയും തിരുനാൾ സഭ ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ധനഹ നമുക്കറിയാം, പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ധനഹായുടെ ആരാധനാ ക്രമവത്സരത്തിലെ അവസാന ആഴ്ചയിൽ നാം എത്തി നിൽക്കുകയാണ്. ഈശോയെ നമുക്ക് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തന്നവരാണ് സ്ലീഹന്മാരും മറ്റ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ എല്ലാവരും. നമ്മുടെ സഭയിൽ മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ സഭ നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുദിനത്തിൽ നമുക്ക് എല്ലാ മരിച്ചുപോയ ആത്മാക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. അതോടൊപ്പം ഇന്ന് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. സഭയിലെ വിശുദ്ധ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററുടെ എല്ലാ മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകെയാണ് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം.
സ്വർഗസ്ഥിതനാഥാനും നാമം പൂജിതനാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്ഥിതനാഥാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ദുസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാഥാനിൻ നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹാ പരമേൽപ്പിച്ച ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുട്ടിച്ചൂട്ടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരെയും വലിയവരും ചെറിയവരും സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവരെ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്നവരെ മൃത്യത സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിൽ ഉണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്തവരെയെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവാൻ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലൻ നാവിപ്പോ. പാപനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓൺലൈനിലെ വചനം ശ്രവിക്കുന്നവരെ, കുർബാന കാണുന്നവരെ എല്ലാവരെയും, പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുക. വചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ ഒരു ആലയത്തിൽ നിൽക്കാനായിട്ട് വലിയ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും
ഡൊമിനിക്കൻ ഐപ്പംപറമ്പിലച്ചൻ പ്രത്യേകമായിട്ട് വിളിച്ചപ്പോൾ തന്നെ നോ എന്ന് പറയാനായിട്ട് സാധിച്ചില്ല. അതാണ് സത്യം. വൈദികരുടെ മാസധ്യാനത്തിനിടയിൽ അച്ഛൻ മുൻപേ പറയാറുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ഇവിടെ വരണം, ഇടയ്ക്ക് ടോക്കൊക്കെ കൊടുക്കണം. പക്ഷേ അതിന് മാത്രമുള്ളൊരു വളർച്ച എനിക്ക് ആയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാകണം. പ്രത്യേകിച്ച് പട്ടം കിട്ടി വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നതിൽ തന്നെ. മാസധ്യാനത്തിന് അച്ഛൻ കണ്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ ചോദിക്കുകയായിരുന്നു, കുശലാന്വേഷണം ചോദിക്കുന്നതിനിടയിൽ ഈ വെള്ളിയാഴ്ച വന്നൊന്ന് കുർബാന ചൊല്ലി ചെറിയൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുമെന്ന്. ഞാൻ പിന്നെ മനസ്സില്ലാ മനസ്സോടെ നോ പറയാൻ കഴിയാത്തത് മൂലം യെസ് എന്ന് പറയുകയായിരുന്നു അച്ഛൻ്റെ അടുത്ത്. പട്ടത്തിന് മുൻപും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയിലും മറ്റും അച്ഛനോടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ പപ്പയും അമ്മയൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ചെറിയ ക്ലാസ്സൊക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ നിന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ കുർബാന ചെല്ലുന്നത്. അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എങ്കിലും അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ ഇങ്ങനെ ആയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ദൈവത്തിനും നന്ദി പറയുന്നു, ഇവിടെ ഇങ്ങനെയുള്ള ഒരവസരം ലഭിച്ചതിനും അച്ഛനും എന്നെ വിളിക്കാൻ തോന്നിയതിനും. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പുത്രൻ്റെ അധികാരം എന്ന തലക്കെട്ടോടുകൂടിയാണ് നാം ഇത് വായിച്ചു കേൾക്കുക, ഈ വചനഭാഗം. പ്രിയമുള്ളവരെ, നാം ഇന്നത്തെ കുർബാനയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദനഹ കാലഘട്ടം, ആരാധനാക്രമവത്സരത്തിലെ ദനഹ ഈ ആഴ്ചയോടുകൂടി അവസാനിക്കുകയാണ്. നാം നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ദനഹ പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈശോ ദൈവപുത്രനാണെന്നും അവൻ ഇവിടെ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് കുരിശുമരണം വരിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത് നമുക്ക് രക്ഷ സാധ്യമാക്കി തന്നു എന്നെല്ലാം നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈശോ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് നാം ഈ ദിവസങ്ങളിലുള്ള ആഴ്ചകളിൽ ഈ ആരാധനാക്രമ മത്സരത്തിലെ വായിച്ചു കേട്ട ബൈബിൾ വചന ഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട ബൈബിൾ വചന ഭാഗത്തിൽ പറയുന്നത് ഈശോ നല്ല ഇടയനാണ്. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ആടുകൾ ഇടയന്റെ സ്വരം തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഇടയനും ആടുകളുമായി ബന്ധപ്പെടുത്തിയാണ് വചനഭാഗം ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവ് നല്ലൊരു ഇടയനാണ്. ഇടയന്റെ പ്രത്യേകത എന്താണ്? ഇടയൻ ആടുകളെ മേയിക്കുന്നു, നല്ല ജലാശയത്തിലേക്ക് നയിക്കുന്നു, നല്ല പച്ച പുൽത്തകടിയിലേക്ക് നയിക്കുന്നു. ദൂരെ നിന്നും അപകടങ്ങളോ മറ്റ് വന്യജീവികളോ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവ ദൂരെ നിന്ന് തന്നെ കണ്ട് അവയെ, ഈ ആട്ടിൻകൂട്ടത്തെ അവയിൽ നിന്ന് രക്ഷിക്കുന്നു. ഇടയന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഇടയനെ അനുസരിക്കുന്ന ആടുകൾക്കാണ് ഈ ഒരു ഭാഗ്യം ലഭിക്കുക. ഇടയന്റെ സ്വരം തിരിച്ചറിയുക, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ആടുകൾ ഇടയന്റെ സ്വരം ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. ഇടയൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയില്ല. പിന്നെയുണ്ട് മറ്റിടയന്മാരുടെയോ മറ്റു കള്ളന്മാരുടെയോ മറ്റാരുടെയും അപരിചിതരുടെ സ്വരം ആടുകൾ ശ്രവിക്കുകയില്ല. മറിച്ച് ഇടയൻ ആരാണോ ഇടയനെ അവർക്കറിയാം. ഇടയന്റെ സ്വരം കേൾക്കുമ്പോൾ അവ തിരിച്ചറിയുന്നു. അവ ഇടയനെ മാത്രമാണ് അനുസരിക്കുന്നത്. ഇടയന്റെ സ്വരം തിരിച്ചറിയാൻ അജഗണങ്ങളായ നമുക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, പിതാവിൻ്റെയും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ടു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ വളരെയധികം
ഉത്സാഹത്തോടുകൂടി വർത്തിച്ച ആളാണ് പുത്രനായ ഈശോ മിശിഹ. ഈശോ ഈ ഭൂമിയിൽ വന്ന് പിതാവിൻ്റെ ഇഷ്ടം, ഹിതം നിറവേറ്റുകയായിരുന്നു. സ്വർഗരാജ്യം പ്രഘോഷിച്ചും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ചും എല്ലാവരെയും രോഗങ്ങളും വ്യാധികളുമെല്ലാം സുഖപ്പെടുത്തിയും പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയുമൊക്കെ ഈശോ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു. ഈശോയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ദൈവരാജ്യം പ്രഘോഷിക്കപ്പെട്ടു. പിതാവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഈശോ പ്രവർത്തിച്ചിട്ടില്ല. അവിടുത്തെ ഹിതം മാത്രമാണ് നിറവേറട്ടെ എന്ന് മാത്രമാണ് ഈശോ ആഗ്രഹിച്ചത്. ഇതുപോലെ നമുക്ക് മാതൃക തന്ന ഇടയന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈശോനാഥൻ, ഇടയനെ അനുസരിക്കാനും ഇടയന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അതിന് തുല്യമായ ഒരു ജീവിതം നയിക്കാനും നമുക്കും സാധിക്കണം. പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം, അതിനൊരു ഏകത എല്ലാം നമുക്ക് വചനഭാഗത്തിലൂടെ വായിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ ഈ സുവിശേഷത്തിലെ പുത്രനും പിതാവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും ഏകതയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. നാം എല്ലാവരും മാമോദീസായിലൂടെ ദൈവമക്കളാക്കപ്പെട്ടവരാണ്. ഈ പുത്രസ്ഥാനവും പുത്രിസ്ഥാനവും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, കൈവന്നിരിക്കുകയാണ്. നാമും ഈ പിതാവ് പുത്രൻ ബന്ധത്തിലേക്കുള്ള ഒരു തുറന്ന ഹൃദയമുള്ള ഒരു ബന്ധത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. പിതാവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വളരെ വിശാലമായതാണ്, തുറന്നതാണ്, ആരോടും കരുണ കാണിക്കുന്നതാണ്, സ്നേഹം കാണിക്കുന്നതാണ്. ആ ഒരു ഹൃദയത്തിൻ്റെ വിശാലതയിലേക്ക് തന്നെ പുത്രനും ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ പുത്ര സ്വീകാര്യത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഈ ഒരു ബന്ധത്തിലേക്ക്, ഐക്യത്തിലേക്ക് വളരാൻ നമുക്കും ദൈവമക്കളായ നമുക്കും സാധിക്കണം. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമുക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, വചനഭാഗത്തിലെ സത്യം സത്യമായി എന്ന് പറഞ്ഞ് യേശു പറയുന്നതെല്ലാം എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാനോ മറ്റോ ഒക്കെ ആയിരിക്കും. സത്യം സത്യമായി എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്ത് 3 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സത്യം സത്യമായിട്ട് 5-ാം അധ്യായം 19-ാം തിരുവചനത്തിലെ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ ആ ഹൃദയ വിശാലത അതിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താൻ ചെയ്യുന്നത് എന്താണെന്ന് പുത്രനെ കാണിക്കുന്ന ഹൃദയ വിശാലതയുള്ള പിതാവ് അത് മനസ്സിലാക്കി അപ്രകാരം തന്നെ പ്രവർത്തിക്കുന്ന പുത്രൻ. ഇതാണ് പുത്രന്റെ അധികാരത്തെ കാണിക്കുന്നത്. പുത്രന്റെ അധികാരമാണ് അവിടെ കാണപ്പെടുക, വെളിപ്പെടുക. തൊട്ടുമുമ്പ് നാം ഈ അധ്യായത്തിലെ, ഈ 5-ാം അധ്യായത്തിലെ ആദ്യമേ വായിച്ചു കേൾക്കുന്നത്, ഇവൻ എവിടെ നിന്ന് സാപത്തിലെ ഇങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള അധികാരം എന്നൊക്കെയാണ്. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം എവിടെ നിന്ന്? എന്നാൽ ഈ അധികാരം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ നമ്മൾ കാണുക. 5-ാം അധ്യായം 19-ാം വാക്യത്തിലെ പിതാവ് കാണിച്ചു കൊടുക്കുന്നത് പോലെ പുത്രൻ പ്രവർത്തിക്കുന്നു. പിതാവിൻ്റെ ഹൃദയ വിശാലത അത് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുത്രൻ പ്രവർത്തിക്കുന്നു. ഇത് തന്നെയാണ് പുത്രന്റെ അധികാരം എന്ന് പറയുന്നത്. പുത്രന്റെ അധികാരമാണ് അവിടെ വെളിപ്പെടുന്നത്. പിതാവ് ചെയ്യുന്നത് പോലെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പിതാവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ, ഇത്തരമൊരു ബന്ധത്തിലേക്കാണ് നാമും വളരേണ്ടത്. അടുത്തത് 5-ാം അധ്യായം 24-ാം വാക്യത്തിലെ
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഉയിർപ്പ്, നിത്യജീവൻ, ഈ മരണത്തിന് ശേഷം ശരീരത്തിൽ നിന്നും ആത്മാവ് ഉയർത്ത് ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്കും സാധിക്കണം. ഇടയൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാത പിഞ്ചെന്നുകൊണ്ട് നിത്യജീവൻ കരസ്ഥമാക്കാൻ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് നിത്യജീവൻ സ്വന്തമാക്കുക, ലക്ഷ്യമാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നശ്വരങ്ങളാണ്, എല്ലാം കടന്നു പോകും. എന്നാൽ നമ്മുടെ ലക്ഷ്യം അത് പൂർണ്ണപദത്തിൽ എത്തിക്കേണ്ടത് നമ്മളുടെ തന്നെ കടമയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വാഞ്ചിക്കേണ്ടത്. അടുത്തതായിട്ട് 5-ാം അധ്യായത്തിലെ 25-ാം വാക്യം വീണ്ടും പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. പിന്നീട് അങ്ങോട്ട് പറയുന്നത് പുത്രന് ശിക്ഷാവിധിക്കുള്ള അധികാരമുണ്ട് എന്നൊക്കെയാണ്. നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് കുരിശുമരത്തിലേറി മരണത്തിന് വിധിക്കപ്പെട്ട് മരിച്ച് ഉത്ഥാനം ചെയ്തവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി സ്വയം പാപിയായി തീർന്ന് മരണം ഏറ്റെടുത്ത് ഉത്ഥാനം ചെയ്ത് നമ്മൾക്ക് രക്ഷ സാധ്യമാക്കി തന്നവൻ, അവന് നമ്മെ അന്ത്യദിനത്തിൽ വിധിക്കാനുള്ള അധികാരവും കൊടുത്തിരിക്കുന്നു. പുത്രനുള്ള അധികാരം. ഇതും നമ്മൾ മനസ്സിലാക്കണം. പുത്രനാണ് നമ്മെ വിധിക്കുക. നമ്മുടെ ചെയ്തികൾക്കനുസരിച്ച്, നമ്മുടെ ജീവിത ചെയ്തികൾക്കനുസരിച്ച്, അതിനനുസരിച്ചുള്ള നിത്യജീവിതനാണോ അതോ നിത്യനരകാഗ്നിയിലേക്കാണോ എന്നത് വിധിക്കുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, ആയതിനാൽ രക്ഷയിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നിത്യജീവനിലേക്കുള്ള വിളി. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ തന്നെ നിത്യജീവൻ നമുക്ക് സാധ്യമാക്കി തരുന്ന, നിത്യജീവൻ നമുക്ക് നേടിത്തരുന്ന, നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ്റെ വചനം ശ്രവിക്കുന്നവരായിരിക്കണം. വചനം ശ്രമിച്ചാൽ മാത്രം പോരാ, ആ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഇതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പുമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനെയും
മാർ പീറ്റർ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ, നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുനയനവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനായി അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ പ്രാർത്ഥിപ്പിൻ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും.
സർവശക്തധാതരാ ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തനാഥന ഏകദൈവമേ വിശ്വസിപ്പുമർത്യര ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യതാതനങ്ങിൽ നിന്നാദ്യജാതന സൃഷ്ടിയല്ല പുത്രന മേശു ദൈവജൻ വിശ്വസിപ്പുമർത്യര ഞങ്ങളങ്ങയിൽ ദൈവസുനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മന മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യ ദൈവസൂനുവി മണ്ണിലും ഇതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ അന്ത്യവിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഭ സ്വൈകിക പ്രഭാവമാർന്ന സർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർത്തും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാഥനാകുമേക ദൈവമേ വിശ്വസിപ്പുമർത്യര ഞങ്ങളങ്ങയിൽ സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശുദ്ധയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ
ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദേവപിതാവിൻ സ്നേഹവും പൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. പൂർവപിതാവാമബ്രാഹം യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാൻ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാ
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും വൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനും നിയുക്ത മെത്രാൻ മാർ പീറ്റർ മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേ പോകും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച രഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാർകളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. സകല വിശുദ്ധരോടുമെന്ന് സ്തുതിക്കാൻ ഞങ്ങളുടെ തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരോപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, മാമുദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമുദീസായിലൂടെ നീ ഞങ്ങളെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായി ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യവാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും. അവനെ ഞാനും നിശ്ചയമാം വിധിയിൽ വീഴാതവനെ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനീകം ദൈവം താതനരുൾ ചെയ്തു. പോലെ ഈ ബലിയെ പങ്കാളികളാക്കിലർക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളെ ആവശ്യകമാ ദാനങ്ങൾ നൽകി അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെ ശുദ്ധിയേകുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാ തീരത്തെ. ഉദ്ധിതരായി ഭവിക്കട്ടെ
കർത്താവിൻ്റെ കവരുടെ മേസ്വസ്തി നിലങ്ങൾ സ്വീകരിച്ചു കൊടുക്കാൻ കടങ്ങൾ വൃത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി പേരിൽ അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുഷ്പപ്പെട്ട കരങ്ങളെ മല്ലമാകാതെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും ഇഷ്ടമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും താവേ അങ്ങയുടെ സഭയ്ക്ക് വിസ്തരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.